ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 പുതുവർഷത്തിൽ ജാതകരുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ 2024. സ്ഥാനക്കയറ്റം, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാവുന്ന ജാതകർ നിരാശപ്പെടേണ്ടി വരുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമായി വരുന്നതാണ്. പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകൾ, കരാറ് പണിക്കാർ എന്നിവയെല്ലാം പുതുക്കി കിട്ടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. വിസ്മയകരമായ വസ്തുക്കൾ സമ്മാനങ്ങളായി അല്ലെങ്കിൽ പാരിതോഷികങ്ങളായൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതായിരിക്കും. വൃദ്ധജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലേക്കായി പണച്ചിലവ് ഉണ്ടാകുന്നതായിരിക്കും. പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സുകളിൽ സംസാരിക്കുവാനോ പ്രസംഗം നടത്തുവാനോ അതുവഴി കീർത്തി നേടുവാനുമൊക്കെ സാധിക്കുന്നതുമാണ്. സാമ്പത്തികമായി ലാഭം വന്നു ചേരുക ചെയ്യുകയും ചെയ്യും. ഉത്രട്ടാതി നക്ഷത്ര ജാതകർ പൊതുവെ ധർമ്മിഷ്ഠത, ശാസ്ത്രങ്ങളിലുള്ള ജ്ഞാനം, സത്യസന്ധത, ദയാദാക്ഷിണ്യം എന്നീ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരാണ്. എന്നാൽ ചിലരുടെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു മറയുടെ ഭാഗമായിരിക്കും. അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് യഥാസമയത്ത് ഉപയോഗിക്കുവാനോ സാധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യഥാസമയങ്ങളിൽ ഇതൊക്കെ ഉപയോഗപ്രദമാക്കി എടുക്കുവാൻ ശ്രമിക്കുക. അത് ജീവിതത്തിൽ തന്നെ ഒരു ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ബഹുമാനവും ആദരവും ഉണ്ടായിരിക്കും. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഈ ജാതകർക്ക് ശരിയായിട്ടുള്ള പ്രോത്സാഹനം ലഭിക്കാതെ വരുന്നതാണ് ഈ ജാതകരുടെ ജീവിതത്തിലെ വിജയം കൈവരിക്കുവാനുള്ള താമസം അനുഭവപ്പെടുന്നത്. ശരിക്കുള്ള പ്രോത്സാഹനം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ വിജയം രേഖപ്പെടുത്തുവാൻ സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ സാഹചര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് 2024. 2024 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങൾ ജാതകർക്ക് വളരെ അനുകൂലമായിരിക്കും. അപ്പോൾ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക. വരുന്ന കാര്യങ്ങളെയൊക്കെ യുക്തിപൂർവം കണ്ട് നല്ല മനസ്സോടുകൂടി കാര്യങ്ങളെ സമീപിച്ച് അതെല്ലാം സാധിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. ഈ സമയം വളരെ അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. സാമൂഹിക സംഘടനകളിലോ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലോ ക്ലബ്ബുകളിലോ ഒക്കെ നേതൃത്വ സ്ഥാനം വഹിക്കുവാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ 2024 മാർച്ച് വരെയുള്ളൊരു സമയം എന്ന് പറയുന്നത്.
ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജാതകർ വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ നല്ല ലാഭം നേടാൻ കഴിയുന്നതാണ്. ദൂരയാത്രകൾക്ക് യോഗം വരുന്ന ഒരു സമയം കൂടിയാണിത്. വളരെ ദൂരത്തേക്കുള്ള യാത്രകളൊക്കെ ഈ സമയം വന്നു ചേരുന്നതാണ്. വർഷത്തിൻ്റെ രണ്ടാം പകുതി ജാതകർക്ക് അത്ര അനുകൂലമായ ഒരു സമയം ആയിരിക്കില്ല വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ. ആയതിനാൽ പരീക്ഷണാർത്ഥം എന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ, പരീക്ഷണാർത്ഥം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. പരീക്ഷണാർത്ഥം ഒരു കാര്യവും ചെയ്യാൻ പോകില്ല. പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ആ സമയത്ത്. കൂടാതെ ധനപരമായ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധ വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതുവഴി തന്നെ ചിലവ് നിയന്ത്രിക്കുന്നതും വളരെ ഒരു നല്ല കാര്യമാണ്. ചിലവ് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു കാരണമാകും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജാതകർക്ക് 2024 പ്രതീക്ഷിച്ചതുപോലെ നന്നാവണമെന്നില്ല. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും ഉത്തമം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാതെ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയോട് തന്നെ തീരുമാനിച്ച് അത് നടപ്പിലാക്കി എടുക്കുന്നതാണ് വളരെ ഉത്തമമായ കാര്യം, ഉചിതമായ കാര്യം എന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയോട് വളരെ നയപരമായ രീതിയിൽ പെരുമാറുന്നതായിരിക്കും നല്ലത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടെടുക്കാതെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പഠന വിഷയങ്ങളല്ലാതെ മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അലഞ്ഞ് തിരിയുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയോ അതിനായിട്ട് വിടുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഔഷധ സേവ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഔഷധം സേവിക്കുക. ആരോഗ്യകരമായ ചെറിയ പ്രശ്നങ്ങൾ പോലും നിസ്സാരമായി കാണരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആദിത്യൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ 11ാം ഭാവത്തിലെ സഞ്ചാരത്താൽ വർഷാരംഭത്തിൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക്, അതായത് ജാതകർക്ക് എതിരായിട്ട് നിന്നിരുന്നവർ, ശത്രുസ്ഥാനത്ത് നിന്നിരുന്നവർ ഈ സമയം നിങ്ങളോട് സൗഹൃദത്തിലാകുന്നതും രമ്യതയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുമായിരിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആദായം ലഭിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇഷ്ടവസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുകയോ ചെയ്യുന്നതാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.